ആ വിഷയത്തെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. ഒന്നാതെ ഒരു വിഷയം എടുത്ത ഞാനത് പൂർത്തീകരിക്കത്തില്ലെന്നുള്ള പരാതി ഒരുപാട്. സ്വതന്ത്രം. അതുകൊണ്ട് തന്നെ ആ പരാതിയിലേക്ക് വീണ്ടും മനഃപൂർവ്വം പോകാതെ അത് തന്നെ ശുശ്രൂഷിക്കുവാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചത് കൊണ്ട് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച തിരുവചനത്തിന്റെ പഠനം തന്നെ തുടരാവർത്തനം ചെയ്യാനും പ്രാപിക്കാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ച വാക്യം ഓർമ്മയുള്ളവരൊന്ന് വായിച്ചേ. വായിച്ചാട്ടെ. നിങ്ങൾ അവിടെ ഇരുന്ന് പിറുപിറുക്കാനല്ല പറഞ്ഞു, വായിക്കാനാണ്. ആ, ഓർമ്മയുള്ളവര് വായിച്ചേ പെട്ടെന്നാട്ടെ. അല്ല, അതായത് മുമ്പൊക്കെ പ്രസവിച്ചു. കഴിഞ്ഞ ആഴ്ച വായിച്ച വാക്യം ഓർക്കുന്നവര് വായിച്ചേ. ഞാൻ തന്നെ വായിക്കണോ? സൂമിലുള്ളവർ എനിക്ക് ഇട്ട് തന്നു ഓൾറെഡി. സൂമിലുള്ളവർ ഓൾറെഡി ഇപ്പൊ ആ വാക്യം ഇട്ട് തന്നു. ദർശനത്തിൽ ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. കരോ ശബ്ദവും ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. യോഗ്യത നിറമല്ലേശു കണ്ട യോഗ്യത, നിറവാണേശു കണ്ട യോഗ്യത. പണമല്ലേശു കണ്ട യോഗ്യത, കണ്ണിൻ കണമാണേശു കണ്ട യോഗ്യത. പണമല്ലേശു കണ്ട യോഗ്യത, കണ്ണിൻ കണമാണേശു കണ്ട യോഗ്യത. കഴിവല്ലേശു കണ്ട യോഗ്യത, കുറവാണേശു കണ്ട യോഗ്യത. കഴിവല്ലേശു കണ്ട യോഗ്യത, കുറവാണേശു കണ്ട യോഗ്യത. നമുക്കൊരു വാക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കഴിവല്ല കർത്താവ് കണ്ടത്, കർത്താവ് നമ്മുടെ കുറവാണ്. കർത്താവ് കണ്ടത് നമ്മുടെ നിറമല്ല, കർത്താവ് കണ്ടത് നമ്മുടെ നിറവാണ്. കർത്താവ് കണ്ടത് നമ്മുടെ പണമല്ല, നമ്മളിലുള്ള കണ്ണിൻ കണമാണ് കർത്താവ് കണ്ടത്. ആ കർത്താവിന്റെ മുൻപാകെ ഒരു നിമിഷം സമർപ്പിച്ചേ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ കർത്താവേ, ഇന്ന് പകൽ വായിച്ച തിരുവചസ്സിനെ തൃക്കരത്തിൽ തരുന്നു. ശുശ്രൂഷിക്കുന്ന അടിയനെയും തൃക്കരത്തിലേക്ക് തരുന്നു. കർത്താവ് ഇന്ന് പകൽ ഞങ്ങളോട് സംസാരിക്കണമേ. കഴിഞ്ഞ ബുധൻ ഞങ്ങളോട് സംസാരിച്ച ദൈവം ഇന്ന് പകലും വചനത്തിന്റെ വെളിപ്പാടിലൂടെ ഞങ്ങളോട് ഇടപെടണമേ. ദൈവവചനത്തോടും ദൈവാലോചനകളോടും ഹൃദയം കൊണ്ട് ഏകീഭവിപ്പാൻ ജനത്തെ ആത്മാവ് ഒരുക്കണമേ. ശുശ്രൂഷകൾക്ക് വിരുദ്ധമായി വ്യാപരിക്കുന്ന സകല ഇരുളിന്റെ മണ്ഡലങ്ങളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ
ദൈവത്തിന്റെ ആത്മാവിനത് കീഴടങ്ങാൻ ഞാൻ കൽപ്പിക്കും. ചാരത്തും ദൂരത്തും ഇരിക്കുന്നവരോട് ആത്മാവ് സംസാരിക്കുകയും ദൈവമഹത്വം വെളിപ്പെടുകയും ചെയ്യണം. ആദിയോടന്തം ദൈവാത്മാവി ശുശ്രൂഷ ഏറ്റെടുക്കണം. മഹത്വം അങ്ങയ്ക്ക് യേശുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ടെ. ഉച്ചത്തിൽ ശബ്ദമുയർത്തി ഹല്ലേലൂയ. സത്യത്തിൽ ഈ സമയങ്ങളിലൊക്കെ ദൈവവചന പ്രഭാഷണങ്ങൾ ഒരുപാട് നമ്മൾ കേട്ടോണ്ടിരിക്കുകയല്ലേ. സ്തോത്രം. എങ്ങോട്ട് പോയാലും ദൈവവചന പ്രഘോഷണം. എന്നാ ചോദിച്ചാ കൺവെൻഷന്റെ ഒരു സീസണാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവവചനം കേൾക്കാനായിട്ട് ഒരു കുറവും ഇപ്പോ ഇല്ല. കൃപയാൽ ഇന്ന് പകല് നമുക്ക് ദൈവവചനത്തിന്റെ മുമ്പാകെ ഇരിപ്പാൻ കർത്താവ് തന്ന അവസരത്തിനായി ഞാൻ സ്തോത്രം ചെയ്യും. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ച് ആമേൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് കാത്തിരിപ്പ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയത്. കാത്തിരിപ്പ് നമുക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു വിഷയമാണ് കാത്തിരിപ്പ്. ദൈവം പറയുന്ന ആലോചന കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ആലോചനയൊക്കെ പറയുമ്പോ ചാടിയ അടുത്തിരിക്കുന്ന ആർക്കും എന്ത് ചെയ്യത്തില്ല, കൊടുക്കത്തില്ല, ചാടിയ പിടിക്കുന്നു അല്ലേ? സ്തോത്രം. എന്നാൽ ആ വിഷയം പ്രാപിക്കാൻ കാത്തിരിക്കാൻ നമുക്ക് മനസ്സ് വളരെ മടിയുള്ള കൂട്ടം. ഹല്ലേലൂയ. എല്ലാരും അങ്ങനല്ല, കാത്തിരിക്കുന്നവരുണ്ട്. അതുകൊണ്ടല്ലേ ഈ ദൂത് തന്നെ ഇല്ല തരൂ. നിങ്ങളെല്ലാം ഒരേ ടൈപ്പാണ്, ദൈവം ഈ ദൂത് തരൂ. കർത്താവ് സഹായിക്കും. അപ്പൊ കഴിഞ്ഞ ആഴ്ച 2 വിഷയമാണ് ചിന്തിച്ച്. ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ച ഒരു കാര്യം ഇന്ന് പറയത്തില്ല. കാരണം കർത്താവ് സഹായിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ കേൾക്കണ്ട, യൂട്യൂബിലുണ്ട്, സമയം എടുത്ത് കണ്ടാ. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഒരു കാര്യവും പറയത്തില്ല. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച 2 പോയിന്റ് മാത്രം പറയാം. കാത്തിരിക്കുന്നവർ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. 1, കാത്തിരിപ്പിന് സമയം എടുക്കും. കാത്തിരിപ്പിന് സമയം എടുക്കും. 2, കാത്തിരിക്കുന്നവര് ഏകാന്തതയിലുള്ളൊരു പ്രവർത്തനമാണ്. അവരും ദൈവവുമായിട്ടുള്ള ഏകാന്തതയിലുള്ളൊരു പ്രവർത്തനമാണ് കാത്തിരിപ്പ്. നമ്മളോടൊരു വിഷയം ദൈവം സംസാരിച്ചാൽ ആ വിഷയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത് പോലെ മറ്റൊരാൾ നമുക്ക് വേണ്ടി കാത്തിരിക്കും എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ അത് തികച്ചും തെറ്റാണ്. സ്തോത്രം. സ്തോത്രം. നമുക്ക് തന്നെ പലപ്പോഴും കാത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ നമുക്ക് വേണ്ടി മറ്റൊരാൾ കാത്തിരിക്കുമോ നമ്മുടെ വിഷയത്തിൽ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ദൈവവുമായിട്ടുള്ള ഏകാന്തതയിലുള്ള പ്രവർത്തനമാണ് കാത്തിരിപ്പ്. അതിന് ഞാനൊരു പോയിന്റ് പറഞ്ഞിരുന്നു ഹബക്കൂക്കിന്റെ പുസ്തകത്തിൽ തന്നെ. കൊത്തളങ്ങളിൽ കാവലിരിക്കുന്ന മനുഷ്യൻ. കൊത്തള എവിടാ? അത് ഞാൻ പറഞ്ഞു. പണിയപ്പെട്ടിരിക്കുന്ന
മതിലുകളുടെ മുകളിൽ അല്ലെ സൂക്ഷിക്കുന്നതിന്റെ മുകളിൽ രാജ്യത്ത് പടയാളിക്ക് സുരക്ഷിതമായിരിക്കാനുള്ളൊരിടം. രണ്ട് കാരണം. ഒന്ന്, ശത്രുവിനെ കാണാനും ശത്രു ഇവനെ കാണാതിരിക്കാൻ. രണ്ട്, ശത്രുവിന്റെ വരവിനെ മനസ്സിലാക്കി അതിനെ തടയാം. അതാണ് കൊത്തളങ്ങളിലെ കാവൽക്കാരൻ. അത് രണ്ടുമാണ് കഴിഞ്ഞ ബുധനാഴ്ച നമ്മൾ ധ്യാനിച്ചു. മൂന്നാമത്തെ വിഷയത്തിലേക്ക് വരുന്നു. കാത്തിരിക്കുന്നവർ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ, നിങ്ങൾ അറിയേണ്ട മൂന്നാമത്തെ വിഷയം, കാത്തിരിക്കുമ്പോൾ മറ്റ് പാതകൾ തേടി പോകാൻ പിശാച് നമ്മളെ പരീക്ഷിക്കും. അതാ മൂന്നാമത്തെ കാര്യം. ശ്രദ്ധിച്ചു കേട്ടോ, ഞാൻ പറയുന്നത് മനസ്സിലാക്കണേ, ശ്രദ്ധിച്ചു കേട്ടോ. ദൈവം ഒരു വിഷയം നമ്മളോട് ഇടപെട്ടു. ഇന്ന വിഷയത്തിന് വേണ്ടി നീ കാത്തിരുന്ന് പ്രാർത്ഥിക്കും. നിനക്ക് ഞാൻ ഇന്ന സമയത്ത് മറുപടി തരും, അല്ലേ? നമുക്കറിയാം, സെക്കറിയാവും എലിസബത്തും ഒരു തലമുറ എന്ന സ്വപ്നം അവർക്ക് നിഷേധിക്കപ്പെട്ട സമയത്ത് പോലും അവര് കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പ്രായം കൊണ്ടും ശരീരത്തിന്റെ അവസ്ഥ കൊണ്ടും ഒരു തലമുറയെ വഹിക്കുവാൻ കഴിയാത്ത നിലയിൽ സാഹചര്യങ്ങളെല്ലാം എതിരായപ്പോഴും ഒരു തലമുറയുടെ സാധ്യതകൾ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന സമയത്തും അവരാ വിഷയത്തിനോടുള്ള ബന്ധത്തിൽ കാത്തിരുന്നുള്ള പ്രാർത്ഥന നിർത്തിയില്ല. അവര് പ്രാർത്ഥന നിർത്താത്തതിന്റെ തെളിവ് ഞാൻ പറയാം. ദൂതൻ ഇറങ്ങി വന്ന് പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവായി. അതാ തെളിവ്. കാത്തിരുന്ന് നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് നിനക്കുത്തരമായി ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൂതനായ ഗബ്രിയേലാണ്. മനസ്സിലായോ? അപ്പോൾ ആ വിഷയത്തിന്റെ സാധ്യതകളെല്ലാം അസ്തമിച്ച് കിടക്കുമ്പോഴും അവരുടെ വഴികളെല്ലാം അടങ്ങിയിരിക്കുമ്പോഴും അവരുടെ കാത്തിരിപ്പും പ്രാർത്ഥനയിൽ നിന്നും അവർ പിന്മാറിയില്ല. കൃപ 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 കൃപ. ഞാൻ പറഞ്ഞ ഭാഗം ശ്രദ്ധിച്ചോണം. ഒരു വിഷയത്തിനു വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൽ നിന്നും നിന്റെ മൈൻഡിനെ, നിന്റെ മനസ്സിനെ വഴി തെറ്റിച്ച് വിടാൻ പിശാച് ശ്രമിക്കും. സ്വത്രം സ്വത്രം. കാത്തിരുന്ന പ്രാർത്ഥിക്കുന്ന ചിലര് ഇന്ന് ഈ ദൂത് ഏറ്റെടുത്ത് വിടുതൽ പ്രാപിച്ചോ? സ്തോത്രം. കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവര് മാത്രം ദൂത് ഏറ്റെടുക്കാവുള്ളൂ, അല്ലാത്തവർ ഏറ്റെടുക്കാൻ ശ്രമിക്കരുത്. കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ വിഷയം നിന്റെ മുൻപിൽ ഉണ്ടെങ്കിൽ ഈ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. കാത്തിരുന്ന വിഷയങ്ങളുടെ വിടുതലിന് മറുപടിക്കും വേണ്ടി
കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരിൽ പല സംസാരങ്ങൾ പിശാചു കൊണ്ടിടും, പല നിർദ്ദേശങ്ങൾ പിശാചു കൊണ്ടിടും, മറ്റു പല വഴികൾ പിശാചു മുമ്പിൽ കൊണ്ടുവരും, പല പരീക്ഷകൾ പിശാചു മുമ്പിൽ കൊണ്ടുവരും. എന്തിനാണെന്നറിയാമോ? ഈ കാത്തിരിപ്പിൽ നിന്ന് നിന്റെ ശ്രദ്ധ മാറണം. ചൂടാര ഹംദന റവക്ഷാദന. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്? എത്ര പേർക്ക് ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ട്? എന്റെ പ്രാർത്ഥനാ മുറി ദൈവം വെളിപ്പെടുത്തിയതാ ഞാൻ കൈമാറുന്നത്. സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. കാത്തിരുന്ന് ചില വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി, കാത്തിരുന്ന് ചില ദൈവ ശബ്ദത്തിനു വേണ്ടി, ചില മറുപടികൾക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന നിന്നിൽ പല വിധത്തിലുള്ള നിർദ്ദേശങ്ങളുമായി പിശാച് വരും. ആ വഴി തെരഞ്ഞെടുക്കും. അത് പല പല വ്യക്തികളിലൂടെ ആയിരിക്കും സംസാരിക്കുന്നത്, അല്ലെ പല സാഹചര്യങ്ങൾ മുൻപിൽ കൊണ്ടിട്ടായിരിക്കും സംസാരിക്കുന്നത്. നമ്മളൊരു വിഷയത്തിന് വേണ്ടി കാത്തിരിക്കുക. ഫോർ എക്സാമ്പിൾ കനാൻ ദേശത്ത് ലക്ഷ്യമിട്ട് യാത്ര ചെയ്ത് കടന്നു പോകുന്ന ഇസ്രായേൽ ജനം, അവരുടെ കാത്തിരിപ്പ് എന്താ അവിടെ കാത്തിരിപ്പ്? ഞങ്ങൾക്ക് വാഗ്ദത്ത ദേശത്തെത്തും. എന്നാൽ ഗിലെയാദ് പോലുള്ള ദേശത്തെത്തിയപ്പോ അവര് പറയുക, നല്ല പച്ചിപ്പുള്ള ഇടം, ഞങ്ങളുടെ ആടുമാടുകൾക്ക് പാർക്കാൻ, ഞങ്ങൾക്ക് പാർക്കാൻ ഈ ദേശം നല്ലത്, ഇത് തരാൻ നീ ദൈവത്തോട് അപേക്ഷിക്കും. കണ്ടോ? കാത്തിരുന്ന സംഗതി മാറിയ പോക്ക് പോയത് കണ്ടു. സ്തോത്ര. ലക്ഷ്യം മിസ്രൈം ഇറങ്ങിയപ്പോ ലക്ഷ്യം എന്തായിരുന്നു? പറ. കനാനായിരുന്നു ലക്ഷ്യം. എന്നാൽ പച്ചിപ്പുള്ള കാര്യങ്ങൾ മുൻപിൽ പിശാചു കൊണ്ടുവച്ചപ്പോ കനാൻ മറന്നെന്ന്. ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്റെ നടുവിൽ നീ മുഴങ്കാല് മടക്കിയെന്നറിയുമ്പോൾ പിശാച് പല വഴികളിലൂടെ, പല നിർദ്ദേശങ്ങളിലൂടെ, പല ഇടപെടലുകളിലൂടെ അതിൽ നിന്ന് നിന്റെ മനസ്സിനെ വഴി തെറ്റിച്ചു വിടാൻ പരീക്ഷകൾ അവൻ കൊണ്ടിടുമ്പോൾ കാത്തിരിക്കുന്നവരോട് ആത്മാവ് ഇടപെടുക. ഇന്ന് പകൽ അതിനെ തിരിച്ചറിയാനുള്ള ഒരു പ്രകാശനം നിന്റെ അകത്തു ഉണ്ടാവണം. മേത്തരമായ നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നാലും, മേത്തരമായ വ്യക്തികളെ കൊണ്ടുവന്നാലും, നീ ആത്മനിയോഗത്തോടെ പറയണം, എനിക്കൊരു കാത്തിരിപ്പ്, എന്നോട് ദൈവം ഇടപെട്ട ഒരു കാര്യമുണ്ടെന്ന്, ദൈവം എന്നോട് സംസാരിച്ച ഒരു കാര്യമുണ്ട്, ഞാൻ അതിനായിട്ടാണ് കാത്തിരിക്കുന്നത്. ആ വെളിപ്പാടുള്ളവർ എന്റെ അകത്ത് കൊണ്ടുവന്ന് പ്രകാശിക്കണേ. ഉത്തരത്തിലിരിക്കുമ്പോ കക്ഷത്തിലെ കളഞ്ഞിട്ട് ഉത്തരത്തിൽ ഇരിക്കുന്നത് എടുക്കാൻ പോവരുത്. സ്വതന്ത്രം. ചിലരുടെ പ്രശ്നം അതാ, കക്ഷത്തിൽ ഇരിക്കുന്നതും ഇല്ല, രാജസസിച്ചിരിക്കുന്നു. ഞാൻ നോക്കിയെന്നേ ഉള്ളു കേട്ടോ, ദൂരൊന്നുമല്ല. കക്ഷത്തിൽ ഇരിക്കുന്ന പോവുകയും ചെയ്തു, ഉത്തരത്തിൽ ഇരിക്കുന്ന
ഒരു വിഷയത്തിന് വേണ്ടി ദൈവം കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നിന്റെ ലക്ഷ്യം മാറരുത്. അത് വഴി തിരിച്ചു വിടാനുള്ള പരീക്ഷകൾ വരും. ഉറപ്പ് ഉറപ്പ്. എങ്ങും ഇല്ലാത്ത നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കാത്തിരുന്ന ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അവരോടായിരിക്കും കൂടുതൽ നിർദ്ദേശങ്ങൾ വരും. അവരോടായിരിക്കും ഇന്ന വഴിയുണ്ട് കേട്ടോ, ഇതുവഴി ഒന്ന് പോയാൽ ചിലപ്പോ നന്നാവും, അല്ല ഇന്ന നിർദ്ദേശമുണ്ട് കേട്ടോ, അല്ല ഇന്ന കാര്യമുണ്ട് എന്ന് പറയും. എന്നാന്നറിയാവോ? മനസ്സിലാക്കണം, നീ കാത്തിരിക്കുന്ന വിഷയത്തിൽ നിന്ന് നിന്റെ മൈൻഡിനെ അവന് മാറ്റണം. മനസ്സിലായോ? അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്താന്ന് ചോദിച്ചാ, കാത്തിരുന്ന് പ്രാർത്ഥിച്ചോണ്ടിരുന്ന വിഷയത്തിൽ നിന്ന് പ്രാർത്ഥന മാറും. ഹലോ, പ്രാർത്ഥന മാറും. അങ്ങനെ വരുമ്പോൾ നീ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയം വെളിപ്പെടത്തില്ല. ഇതിനാ പിശാച് പരീക്ഷ. സ്തോത്രം. കർത്താവായ ക്രിസ്തു ഈ താണലോകത്തിൽ ഇറങ്ങി വന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് 40 ദിവസം ഉപവസിക്കുമ്പോ പിശാച് പരീക്ഷിച്ചു. കർത്താവ് വളരെ കാത്തിരുന്ന് പ്രാപിച്ചതാണ് ആത്മാവിനെ. സമയായി അതെന്ന് പ്രാപിച്ചോ അന്ന് പിശാച് പോരാടാൻ. ഇനി ഇങ്ങോട്ട് ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ ചില ഉദ്ദേശങ്ങൾ ചെയ്യാനുണ്ട് കർത്താവിന്. എന്നാൽ അതിന് വിരോധമായി ചില പരീക്ഷകൾ പ്രാരംഭഘട്ടത്തിലെ കർത്താവിന്റെ ഹല്ലേലൂയ പിതാവ് തന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നതിനനുസരിച്ച് തന്നെ മുൻപോട്ട് കൊണ്ടുപോകാതെ അതിൽ നിന്നും വഴിതെറ്റിക്കാനുള്ള ശ്രമങ്ങളൊക്കെ. പക്ഷെ കർത്താവ് അതിനെല്ലാം ജയിച്ചു. പിശാച് വെട്ടിയ വഴിയിലൂടല്ല കർത്താവ് പോയത്, പിതാവ് നിയോഗിച്ച പാതയിലൂടെ കർത്താവ്. ഞാൻ ഓർത്തുകൊണ്ടൊന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞ ദൂതിലേക്ക് വരെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരെ അവരുടെ തീരുമാനങ്ങളെ വഴി തെറ്റിച്ച് വിടാൻ പിശാചിന് കഴിയും. ഒരു തെളിവ് ഞാൻ ആത്മാവിൽ നിങ്ങൾക്ക് തരാം. ദൈവം എന്റെ പ്രാർത്ഥന കൂടി വെളിപ്പെടുത്തി. വായിച്ചേ, ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 1 മുതൽ താഴോട്ടൊന്നും വായിച്ചാട്ടെ. ഉൽപ്പത്തി 16-ാം അധ്യായം 1 മുതൽ. അബ്രാമിന്റെ ഭാര്യയായ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല. എന്നാൽ അവർക്ക് ഹാഗാർ എന്ന് പേരുള്ള ഒരു മിസ്രൈമ്യ ദാസി ഉണ്ടായിരുന്നു. സാറായി അബ്രാമിനോട് എന്റെ ദാസിയുടെ അടുക്കൽ ചെന്നു. അബ്രാം സാറായുടെ വാക്ക് അനുസരിച്ചു പാർത്തു. 10 സംവത്സരം കഴിഞ്ഞു അബ്രഹാമിന്റെ ഭാര്യയായ സാറായി മിസ്രൈമ്യ ദാസിയായ ഹാഗാറിൽ തന്റെ ഭർത്താവായ അബ്രാമിന് ഭാര്യയായി കൊടുത്തു. ഇതെല്ലാം ഒപ്പിച്ചു വെച്ചത് സാറയാ. അതിനാ ഈ വായിപ്പിക്കുന്ന ആ വായിക്കും. ഗർഭം ധരിച്ചു. ഹാഗാർ ഗർഭം ധരിച്ചെന്ന് അവൾ കണ്ടപ്പോ എല്ലാ പരിപാടിക്കും കൂട്ടു നിന്നിട്ട് അവസാനം പ്രഗ്നന്റ് ആയെന്നറിഞ്ഞപ്പോ എന്തായി? സാറ തിരിഞ്ഞു നിന്നു. അടുത്തു. അപ്പോ സാറായി അബ്രാമിനോട്, എനിക്ക് ഭവിച്ച അന്യായത്തിന്
അയ്യോ, അച്ഛനെയും വിട്ടില്ല. അടുത്ത, ഞാൻ എന്റെ ദാസിയെ ആ ഞാൻ അവളുടെ കണ്ണിന് നിന്നതയായി. അടുത്ത് അടുത്ത് അബ്രാം സാറായിയോട് നിന്റെ ദാസി നിന്റെ കയ്യിൽ ഇരിക്കുന്നു. നീ എന്നോട് പറഞ്ഞു വരണ്ട, നീയായി നിന്റെ ദാസിയായി. അടുത്ത സാറായി അവളോട് ആഗാർ അവളെ വിട്ടോടിപ്പോയി. മതി. ഇനി എന്നെ ശ്രദ്ധിക്കും. വായിച്ച വാക്യത്തിൽ സംശയമൊന്നും ഇല്ലല്ലോ. തലമുറ ജനിക്കാതിരുന്നപ്പോ സാറായിക്ക് ഭയങ്കര വിഷമം. ഹാഗാറുമായിട്ട് അബ്രഹാമിന് ചേർന്നിരിക്കാനുള്ള എല്ലാ കാര്യക്രമീകരണങ്ങളും സാറായുടെ സമ്മതത്തോടുകൂടിയാ വെളിപ്പെട്ടു. അവള് ഗർഭം ധരിച്ചപ്പോൾ സാറായി അവൾക്കെതിരെ തിരിഞ്ഞു. അവക്കെതിരെ മാത്രമല്ല, അബ്രഹാമിനുമെതിരെ തിരിഞ്ഞു. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ. 12-ാം അധ്യായത്തിൽ വാഗ്ദത്തം കേട്ടാണ് ഇവരിറങ്ങിയത്. ഹലോ, 12-ാം അധ്യായത്തിൽ വാഗ്ദത്തം കേട്ട ഇറങ്ങിയേ. വാഗ്ദത്തം കേൾക്കുമ്പോ തലമുറ ഇല്ല, പക്ഷെ ദൈവം പറഞ്ഞു, നിനക്ക് ഞാൻ സന്താനങ്ങളെ തരും. ദൈവം പറഞ്ഞ, നിനക്ക് തലമുറകളെ ഞാൻ തരും, എണ്ണിക്കൂടാ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ. വാഗ്ദത്തം കേട്ട് അതിനുവേണ്ടി, എന്നെ ശ്രദ്ധിച്ചിരുന്നേ, വാഗ്ദത്തം കേട്ട് അതിനുവേണ്ടി കാത്തിരിക്കേണ്ട സാറായി അബ്രാം. സാറായി മാനുഷികമായ ഒരു തീരുമാനമെടുത്തു. നീ ഹാഗാറിന്റെ അടുത്ത് ചെല്ലും. മനസ്സിലായോ? വാഗ്ദത്തം കിടക്കുക. നിനക്ക് തലമുറകളെ തന്നെ ഞാൻ അനുഗ്രഹിക്കുമെന്നുള്ള ജീവിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തം കിടക്കുന്ന സമയത്ത് അതിനുവേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കാതെ മാനുഷികമാകുന്ന വഴി സെലക്ട് ചെയ്തപ്പോൾ കുടുംബത്തിന്റെ അകത്ത് പ്രശ്നം വന്നു. എത്ര പേർക്ക് മനസ്സിലായി പറയുന്നത്? എത്ര പേർക്ക് പറയുന്ന മനസ്സിലായി? അതുവരെ നന്നായിട്ട് പോയ കുടുംബം അബ്രഹാമിനെതിരെ സാറ തിരിഞ്ഞു. ഹാഗാറിനെതിരെ സാറ തിരിഞ്ഞു. അവളെ കഠിനമായി വേല ചെയ്യിപ്പിച്ച് അവസാനം ആ ഗർഭിണിയായിരിക്കുന്ന സഹോദരി അവളെ വിട്ടു ഓടിപ്പോകേണ്ട ഗതികേട് വന്നു. തലയിലോട്ട് കേറുന്നുണ്ടോ? തലയിലോട്ട് കേറുന്നുണ്ടോ? സ്തോത്രം, സ്തോത്രം. ദൈവം നിന്നോടൊരു കാര്യം ഇടപെട്ടാൽ അത് വെളിപ്പെടുന്നത് വരെ കാത്തിരുന്ന് പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കുള്ളതാണെന്ന് മറക്കരുത്. അതിന്റെ ഇടയിൽ താമസം വന്നാലും മറ്റു വഴികൾ തെരഞ്ഞെടുക്കാൻ പോയാൽ നാളെ നിനക്ക് ദുരന്തമൊന്നുമില്ല. മനസ്സിലാകുന്നുണ്ട്. ഇന്ന് പകല് ദൈവാത്മാവിനോട് ഇടപെടുക. കാത്തിരിപ്പിന് വിരോധമായി കൊണ്ടുവരുന്ന ചില തെറ്റായ സ്വാധീനങ്ങൾ കാത്തിരിക്കുന്ന ചിലരിൽ നിന്ന് ഇന്നവരെ അടിയപ്പെടാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു. ആത്മാവെ പ്രവർത്തിച്ച്
പ്രകാശിക്കുന്നവൻ ആരാധിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അങ്ങനെ പോരാടുന്ന ചില വിഷയങ്ങളുണ്ട്. അങ്ങനെ പോരാടുന്ന ചില വിഷയങ്ങളുണ്ട്. ഓ കൃപ, അങ്ങനെ പോരാടുന്ന ചില വിഷയങ്ങളുണ്ട്. കാത്തിരിക്കുന്ന വിഷയത്തിന്റെ അകത്ത് കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ഇടയിലേക്ക് മറ്റു മാനുഷിക ചിന്താഗതികൾ കൊണ്ടിട്ട് നിന്റെ കാത്തിരിപ്പിൽ നിന്ന് നിന്നെ മാറ്റിക്കളയാൻ സ്വാധീനം ചെലുത്തുന്ന വചനങ്ങളെ വചനത്തിന്റെ ശക്തിയാൽ എന്നെ ദൈവം അറിയിച്ചു. സ്തോത്രം. ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു കാര്യം ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി വേണം പ്രാർത്ഥിക്കും. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞാൻ ഒരു വെളിപ്പാടൂടെ പറയാം. എന്റെ ഭാവനയാണ്, ഒരു പക്ഷേ അബ്രാമിന് വിശ്വാസം ഉണ്ടായിരിക്കാം. ഒരു പക്ഷേ അതിനുവേണ്ടി കാത്തിരിക്കാൻ അബ്രാമിന് ആഗ്രഹം ഉണ്ടായിരിക്കും. എന്നാൽ സാറായിൽ പിശാച് പ്രവർത്തിച്ചാൽ മതി, അബ്രാമേ നിന്റെ കാര്യം പോകാം. അയ്യോ, ആന്റിമാരും ചേച്ചിമാരെല്ലാം സൂക്ഷിച്ച് നോക്കുന്നെ. സ്വതന്ത്രം. ഹല്ലേലൂയ. അബ്രാമേ നീ നിന്നാലും സാറായിൽ പിശാച് ഈ ഒരു ചിന്താഗതി കൊണ്ടിട്ട ഉറപ്പാ മോനെ വീട്ടിൽ അടി നടക്കും. സ്തോത്രം. വെളിപ്പാട് മനസ്സിലാവുന്നുണ്ടോ? വെളിപ്പാട് മനസ്സിലാവുന്നുണ്ടോ? കൂടാല സന്തന ആത്മാവനോട് ഇടപെടുക. വ്യക്തിപരമായി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്റെ മുമ്പിൽ നിനക്ക് സ്വയം പിടിച്ചു നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയും. പക്ഷെ കുടുംബമായി പറഞ്ഞ ചില വിഷയത്തിന്റെ മുമ്പിൽ നീ ഇരിക്കുമ്പോൾ മറ്റു വഴികളിലൂടെ പിശാച് പ്രവർത്തിക്കാൻ പദ്ധതികൾ മെനയുമ്പോൾ ഇന്ന് പകൽ അടങ്ങിയിരിക്കരുത്. ആ സ്വാധീനങ്ങളെ തിരിച്ചറിഞ്ഞ് അവരെ ജയിക്കാനുള്ള ഒരു ദൈവനിർമ്മാണം മനസ്സിലുള്ളവരുടെ ആ അഭിഷേകത്തിന്റെ ശക്തി ആത്മാവ് കൈമാറ്റം ചെയ്യുകയോ ആത്മാവിന്റെ വിടുതലും വെച്ചെടുത്ത് ആ വചനത്തിന്റെ വെളിപ്പാടും വെളിപ്പെടുത്തത്, ആ വചനത്തിന്റെ വെളിപ്പാടും വെളിപ്പെടുത്ത് നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിനക്ക് ഹൃദയത്തിനെ സ്വാധീനിച്ച് അതിനെ കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന വിധത്തിൽ നിന്റെ മൈൻഡിനെ മാറ്റി വരുന്ന വിശാലിന്റെ കർമ്മത്തിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്തോത്രം. മനസ്സിലാക്കണം, ചുമ്മാ കാത്തിരുന്ന് പ്രാർത്ഥിച്ചാ പോരാ, ഇരിക്കുന്നവൻ ചിലത് മനസ്സിലാക്കണം. മനസ്സിലാക്കിയില്ലെങ്കിൽ ഒറ്റ ബഹളമുണ്ടായ മതി, കാത്തിരിപ്പ് അവിടം കൊണ്ട് അവസാനിക്കും. ഞാൻ മറുവശം കൂടെ പറയാം.
എന്തിനാ പിശാച് അങ്ങനെ ഒരു ചിന്താഗതി സാറായിക്ക് കൊടുത്തത്? കൊടുത്ത എന്തിനാ? എടാ, വാഗ്ദത്ത സന്തതി ജനിക്കേണ്ടത് അബ്രാമിലൂടെയും സാറായിലൂടെയും വാഗ്ദത്ത സന്തതി പുറത്തു വരണം. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒരു തലമുറ ജനിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചിന്താഗതി മാറും. ആ ഒരു തലമുറ ജനിക്കപ്പെട്ടല്ലോ. ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരു തലമുറ ഇല്ലാത്തതിന്റെ പ്രയാസം കൊണ്ടല്ലേ ഇങ്ങനെ ചെയ്തത്. മനസ്സിലാക്കണം കേട്ടോ. പിശാച് കൊണ്ടുവരുന്ന തന്ത്രങ്ങളെ തിരിച്ചറിയണം. ചുമ്മാ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. മനസ്സിലാക്കി നിന്ന് വേണം പ്രാർത്ഥിക്കാൻ. പറഞ്ഞ മനസ്സിലായി? അപ്പൊ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ വഴികളെ തെറ്റിച്ചു വിടാൻ പിശാച് ശ്രമിക്കും. അതിലേറ്റവും അപകടകരമായ ഒരു കാര്യമാണ് മാനുഷിക തീരുമാനം, ജഡിക തീരുമാനം. അതിലേറ്റവും അപകടകരമാകുന്ന ഒരു കാര്യം. കൃപ. ഒരു സഹോദരിയോട് പ്രാർത്ഥിച്ചിട്ട് ദൈവാത്മാ പറഞ്ഞു, നിനക്ക് വേണ്ടി ഇന്ന വിഷയത്തിൽ ഇന്ന വഴിയിലൂടെ ദൈവം നിനക്ക് വേണ്ടി ഒരു വിടുതൽ ചെയ്യുന്നത് കാണുന്നു. ആ സഹോദരി അതിനുവേണ്ടി ശക്തമായി കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹം പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ വീട്ടിലുള്ള അദ്ദേഹത്തിന്റെ ഹസ്ബൻഡിന്റെ അമ്മ, എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? എത്രയോ വേറെ ഓപ്ഷൻസ് ഉണ്ട്, എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി. എന്നോട് പറഞ്ഞ ഭാഷ ഇങ്ങനെ കുത്തുവാക്കുകൾ പറയുമ്പോൾ ഞാൻ തന്നെ ചിലപ്പോ ചിന്തിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞതിന് വേണ്ടി കാത്തിരിക്കാതെ വേറെ വല്ല വഴിക്കുമ്പോ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോ നീ തിരിച്ചറിഞ്ഞോണം, നീ നിൽക്കുന്ന ട്രാക്ക് കറക്റ്റാണ്. അതിൽ നിന്ന് നിന്നെ തെറ്റിക്കാനുള്ള പരിപാടിയാണ്. മനസ്സിലായോ ഞാൻ പറഞ്ഞേ? അപ്പൊ കാത്തിരിക്കുന്നവർ ശ്രദ്ധിക്കണം, നമ്മുടെ തീരുമാനങ്ങളെ തെറ്റിച്ചു കളയാൻ പിശാച് ശ്രമിക്കും. നീ അടുത്തത്, കാത്തിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, കാത്തിരിക്കുന്നവർ നിശബ്ദരായി. അത് ഇച്ചിരി പ്രയാസമാണ്. ഞാൻ വാ തുറന്ന ഞാൻ നിർത്തത് അല്ലേ? ശോധന. ഈ ഇച്ചിരി നിശബ്ദത പാലിക്കണം, ശ്രദ്ധിക്കണം. കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാത്തിനകത്തും സംസാരിക്കാൻ പോകരുത്. ഹലോ, ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? എല്ലാത്തിനകത്തും നിങ്ങൾ സംസാരിക്കാൻ പോകരുത്. ഈ ഹബക്കൂക്കിന്റെ 2-ാം അധ്യായത്തിന്റെ പ്രാരംഭം പഠിക്കുമ്പോൾ തന്നെ ഒരു കാവൽക്കാരനെ നിർത്തിക്കൊണ്ട ഹബക്കൂക്ക് പറയുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഇത് പറയുമ്പോൾ തന്നെ നമുക്കൊരു കാവൽക്കാരന്റെ ഒരു ഗുണം നമുക്കറിയാം. അവൻ വളരെ ശ്രദ്ധിച്ച് നിശബ്ദനായി കാതുകൂർപ്പിച്ചിരിക്കുന്നു, അല്ലേ? അല്ലാതെ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ടല്ല കാവൽക്കാരൻ എന്ത് ചെയ്യുന്നത്, ഇരിക്കുന്നു. കാവൽക്കാരൻ വളരെ നിശബ്ദനായി കാത് കൂർപ്പിച്ച് അവൻ ശ്രദ്ധിച്ചു. ഇത് തന്നെ ഹബക്കൂക്ക് പറയുന്നത്. ഹല്ലേലൂയ. കാത്തിരിക്കുന്നവർ നിശബ്ദത പാലിക്കണം. എല്ലാത്തിനകത്തും കേറി സംസാരിക്കാൻ പോകരുത്. ഓപ്പോസിറ്റ് നിന്ന് സംസാരിക്കുന്നവർക്ക് പോകാൻ ഒന്നുമില്ല, പക്ഷെ കാത്തിരിക്കുന്ന നിനക്ക് പോകാനും. അത് മറക്കരുത്, അത് മറക്കരുത്. എല്ലാത്തിനകത്തും കേറി ഇടപെടാൻ പോകരുത്. ചിലര് കാണത്തില്ലേ, നമ്മൾ പറയാറുണ്ട്, മുകളിൽ കൂടെ പോയതിനെ, അല്ലെ? അങ്ങനല്ലേ പറയുന്നത്?
ഏണി വെച്ചല്ലേ? മേളിൽ കൂടെ പോയതിനെ ഏണി വെച്ച് പിടിക്കുക, അല്ലെ തോട്ടിയിട്ട് പിടിക്കുക എന്നൊക്കെ പറയത്തില്ല, എന്ന് പറഞ്ഞ പോലെ അല്ലേ? അല്ലേ? എല്ലാത്തിനകത്തും എന്ത് ചെയ്യരുത്? ഞങ്ങളുടെ ഒരു പാസ് ഉണ്ടായിരുന്നു, ആ പഞ്ചായത്തിലൂടെ ഏതെങ്കിലും പിശാച് പോയാൽ പുള്ളി വിളിച്ചു അഴിച്ചു വിട്ടിട്ടേ പുള്ളി പോകും. അങ്ങനെ അവസാനം വിട്ട് 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 അവസാനം എല്ലാ പിശാചും കൂടെ പുള്ളിയൊക്കെ വിട്ടു. സ്വതന്ത്രം. ഹല്ലേലൂയ. എന്തിനാ എല്ലാത്തിനെയും കയറി പിടിക്കുന്നേ? നമ്മളെ നിയോഗിക്കുന്ന, നമ്മളോട് ഇടപെടുന്ന ദൈവം നമ്മളോട് ശുശ്രൂഷിപ്പാൻ ചെയ്യാൻ പറയുന്ന വിഷയത്തെ ഏറ്റെടുത്താൽ മതി എന്ന് പറഞ്ഞ പോലെ സംസാരിക്കേണ്ട കാര്യങ്ങളിലേ നീ സംസാരിക്കാവൂ. അല്ലാത്തതിലെല്ലാം നിശബ്ദത പാലിക്കണമെന്നൊരു ഉപദേശം ദൈവാത്മാവ് തരുന്നു. നാവ് ചെറിയ ഒരവയവമാണെങ്കിലും വലിയ ഒരു കാടിനെ നാക്കുള്ള എല്ലാരും പറഞ്ഞേ, നാക്കുള്ളവരും നാക്കിൽ നീളമുള്ളവരെല്ലാം പറഞ്ഞേ, നാവ് ചെറിയൊരു അവയവമാണെങ്കിലും വലിയ കാടിനെ കത്തിക്കാൻ അതിനെ കഴിയും. പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? സ്തോത്രം. ദൈവാത്മാവ് എന്നോട് സംസാരിക്കുന്നു, നിശബ്ദത പാലിക്കേണ്ട ഇടങ്ങളിൽ നിശബ്ദത പാലിച്ചോണം. കാരണം നിന്റെ മുൻപിൽ നീ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ചില വിഷയം. കൃപ. ഞാനൊരു വേള പറയാം, വായിപ്പിക്കുന്നില്ല, അറിയാവുന്ന കാര്യം. തിരുവചനം പഠിക്കുമ്പോൾ ഏറ്റവും നല്ല നിശബ്ദനായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുന്ന, അല്ലെ റോൾ മോഡലാക്കാൻ കഴിയുന്ന ഒരാളുണ്ട്. അത് കർത്താവായ ക്രിസ്തു. ദൈവവചനം വായിക്കുമ്പോൾ നമുക്കറിയാം, തന്നെ ക്രൂശിക്കുവാൻ പിടിച്ചുകൊണ്ടുപോയ സമയം മുതൽ ആ ഒരു ദൈവ പദ്ധതിയുടെ നിവർത്തീകരണം വരെ യേശു നിശബ്ദനാണ്. എത്ര പേർക്ക് ഞാൻ പറയുന്ന മനസ്സിലാവുന്നു? എത്ര പേർക്ക് ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എന്തിനാ നിശബ്ദനായി നിന്നേ? ഞാൻ ക്രൂശിക്കപ്പെടണം, ഞാൻ ക്രൂശിക്കപ്പെടണം. ഞാൻ ക്രൂശിക്കപ്പെട്ടെങ്കിൽ മാത്രമേ എനിക്ക് വീണ്ടെടുക്കേണ്ടവരെ വീണ്ടെടുക്കാൻ പറ്റൂ. ഇത് കാത്തിരിപ്പാ, ഇത് കാത്തിരിപ്പാ. വീണ്ടെടുപ്പ് ഒരു കാത്തിരിപ്പ് വിഷയമാ. എത്ര പേർക്ക് പറയാ? ഒരുവൻ മധ്യസ്ഥത അണയ്ക്കണമെങ്കിൽ അവൻ ഹല്ലേലൂയ മരിച്ചുപോയവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ഒരുപോലെ നിൽക്കുന്നവനായിരിക്കണം. അതിനെയാണ് സാക്ഷാൽ ദൈവമെന്ന് പറയുന്നത്. ഇന്നും എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാക്കി? അപ്പോൾ വീണ്ടെടു മാനവരാശി ദൈവം പറഞ്ഞ ഒരു ദൂതുണ്ട്, ഒരു വാഗ്ദത്തമുണ്ട്. സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. ഏതം പൂങ്കാവനത്തിൽ നഷ്ടപ്പെട്ടുപോയ മാനവരാശിയെ ഞാൻ എന്റെ കാൽവറയിൽ സ്വപുത്രനെ കൊണ്ട് നേടും. അന്ന് പറഞ്ഞ ദൈവിക വാഗ്ദത്തത്തിന്റെ കാത്തിരിപ്പിന് വേണ്ടി ദൈവം കർത്താവ് നിശബ്ദനായി. കണ്ടോ? കർത്താവ് നിശബ്ദനായി ദൈവസന്നിധിയിൽ മൗനം പാലിച്ചൊരക്ഷരം മറുത്തു പറയാതെ
കർത്താവ് സമർപ്പിച്ചു കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? ഹല്ലേലൂയ, കാത്തിരുന്ന വീണ്ടെടുപ്പിനെ എന്റെ കർത്താവ് നേടി. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാത്തിരുന്ന വീണ്ടെടുപ്പ് എന്ത് ചെയ്തു? അത് വെളിപ്പെടുവാനിടയായി തീർന്നു. എന്തുകൊണ്ടാണ്? നിശബ്ദനായതുകൊണ്ട്. ക്രൂശിൽ കർത്താവ് കിടക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, കഴിയുമെങ്കിൽ, നീ അനേകരെ ഉയർത്തിയവനല്ലേ, നീ അനേകരെ സൗഖ്യമാക്കിയവനല്ലേ, കഴിയുമെങ്കിൽ നീ ക്രൂശിൽ ഇറങ്ങി വരുന്നേ ഒന്ന് കാണട്ടെ. എന്നിട്ട് പോലും എന്റെ കർത്താവ് മൗനം പാലിച്ചു. മറുപടി പറഞ്ഞില്ല. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, എന്റെ കർത്താവ് നിശബ്ദനായി നിന്നപ്പോൾ ഇന്ന് അനേകര് നിശബ്ദനായി നിന്നവനെ ഉറക്ക പ്രസംഗിക്കുക. ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ട്. അന്നെന്റെ കർത്താവ് നിശബ്ദനായി കാത്തിരുന്ന് നിന്നപ്പോൾ ഇന്ന് ആ കർത്താവിനെ കുറിച്ച് ഉറക്കം പ്രസംഗിക്കുന്ന നാളുകൾ എന്റെ ദൈവത്തിനാക്കാൻ കഴിയുമെങ്കിൽ ചില വിഷയത്തിൽ നിശബ്ദതയോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ വിശ്വസിക്കുന്നവരെ മനസ്സിലായോ? അന്നെന്റെ കർത്താവ് നിശബ്ദനായി നിന്നപ്പോൾ ഇന്ന് ആ കർത്താവിന് വേണ്ടി ഉച്ചത്തിൽ പ്രസംഗിക്കുന്നവർ അല്ലെ എണ്ണി കൂടാത്ത ജനസംഖ്യയാണെന്ന് ഞാൻ പറയുമ്പോൾ ഇന്ന് ആത്മാവിൽ നീ ഓർത്തു വെച്ചു. നീ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മുമ്പിൽ അല്ലേ നിന്റെ ഭാവിനെ നീ കഴിഞ്ഞാണിട്ട് ചില മേഖലകളിൽ നിശബ്ദതയോടെ നിന്റെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഒരു തടസ്സമുണ്ടാകാത്ത വിധത്തിൽ നീ നിൽക്കാൻ തയ്യാറായ, നീ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തെ കുറിച്ച് നാളെ നിനക്ക് സംസാരിക്കത്തക്ക നിലയിൽ ദൈവത്തിന്റെ പ്രവൃത്തി അതിന്റെ മേൽ വെളിപ്പെടുന്നത് ദൈവത്തിന്റെ ആത്മാവ് ഇന്നലെ ജനങ്ങൾ സംസാരിക്കണം. പ്രാർത്ഥിച്ചാൽ നാളെ അത് വെളിപ്പെടുമ്പോൾ അതിനെ കുറിച്ച് സംസാരിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ അവസരം ഭയമെന്ന് അവൾ സംസാരിക്കുന്നു. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഇന്ന് ചിലത് വെളിപ്പെടാത്തത് കൊണ്ട് നിനക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. ഇന്ന് ചിലത് വെളിപ്പെടാത്തത് കൊണ്ട് പലയിടത്തും നീ മൗനമാണ് അല്ലേ? പറയാനൊരു മറുപടി ഇല്ല. ഉണ്ടോ? അല്ലേ? പറയാനൊരു മറുപടിയില്ല. പ്രാർത്ഥിക്കുന്നില്ലേ? ഉപവസിക്കുന്നില്ലേ? എന്നാ ചെയ്തു? പറയാനൊരു മറുപടിയില്ല. നിന്ദിക്കുന്നു, അപമാനിക്കുന്നു, ആക്ഷേപിക്കുന്നു, പറയാനൊരു മറുപടിയില്ല. ആത്മാവിനോട് പറയാം, തിരിച്ചു പറയാതെ നിശബ്ദനായി നിന്ന് പ്രാർത്ഥിക്കാൻ മനസ്സു വെച്ചാൽ ദൈവാത്മാവ് പ്രവചനാത്മാവിൽ നിന്ന് പറയുക. ആ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയം വെളിപ്പെടുമ്പോൾ നിന്റെ അകലം കൊണ്ട് മാത്രമല്ല, നിന്നെ നിന്ദിച്ചവരും നിന്നെ പരിഹസിച്ച അകലങ്ങൾ പോലും ആ കാത്തിരുന്ന് പ്രാർത്ഥിച്ച വിഷയം വെളിപ്പെടുമ്പോൾ അതിനെ കുറിച്ച് ഉറക്കെ പ്രസ്താവിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പ്രവചനം ചില വ്യക്തികളോട് ദൂരമായി. Yes.
Yes, 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 yes. അതാത്മാവിൽ പ്രാപിക്കുന്നവർക്കായി സ്തോത്രം. അതാത്മാവിൽ പ്രാപിക്കുന്നവർക്കായി സ്തോത്രം. നിർമ്മിച്ച അവയവങ്ങൾ, പരിഹസിച്ച അവയവങ്ങൾ, വെറുത്ത അവയവങ്ങൾ മാറി. നിന്റെ കാത്തിരിപ്പ് എടുത്തപ്പോൾ, നിന്റെ കാത്തിരിപ്പ് എടുത്തപ്പോൾ അവൻ പറയും, അവൻ കാത്തിരുന്നത്, അവൻ കാത്തിരുന്നത് വെറുതെ ആയില്ല. ജനങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷത്തിന്റെ ദൈവം വെളിപ്പെടുന്നു. കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്റെ അവസരങ്ങളിൽ ദൈവം വെളിപ്പെടുത്തുന്നത് വചനത്തിന്റെ ശക്തി ഏറ്റെടുത്ത്, വചനത്തിന്റെ ശക്തി ഏറ്റെടുത്ത്, വചനത്തിന്റെ ശക്തി ഏറ്റെടുത്ത്. സ്തോത്രം. അവിടെ കൊണ്ട് തീർന്നോ? ഇല്ല. കർത്താവായ ക്രിസ്തു നിശബ്ദനായ സമയത്ത് കർത്താവ് എന്തോരം താഴ്ന്നെന്നറിയാം. ദൈവപുത്രന്റെ അങ്കി വലിച്ചു കീറിച്ചിട്ടു. കഴിഞ്ഞ ദിവസം ഒരു കർത്താവിന്റെ ദാസൻ പ്രസംഗിച്ചപ്പോ ഞാൻ കേട്ടു. അത് ഞാൻ പഠിച്ച കാര്യമാണ്. അദ്ദേഹം പ്രസംഗിച്ചപ്പോ ഞാൻ പെട്ടെന്ന് ഓർമ്മ. യേശു കർത്താവിന്റെ മുഖത്ത് വടി കൊണ്ടടിച്ചു. സാധാരണ കൈ കൊണ്ടാ അടിക്കുന്നത് മുഖത്തിനിട്ട്, അല്ലേ? ഹല്ലേലൂയ. പക്ഷെ വടി കൊണ്ടാ അടിച്ചു. അതിനെന്തുകൊണ്ടാന്ന് ചോദിച്ച, അതിനു മുമ്പ് കർത്താവിന്റെ മുഖത്ത് തുപ്പിയായിരുന്നു. അപ്പൊ കർത്താവിന്റെ മുഖത്ത് തുപ്പിയപ്പോ ആ തുപ്പല് മുഖത്തിരിക്കുക. അപ്പോൾ എങ്ങനെ കൈകൊണ്ടടിക്കുന്നു? തുപ്പല് മുഖത്ത് പറ്റത്തില്ല. സ്തോത്രം. തുപ്പല് മുഖത്ത് പറ്റത്തില്ല. അതുകൊണ്ട് വടി കൊണ്ട് അടിച്ചു. വടി കൊണ്ട് മുഖത്തിനോട്ടൊക്കെ അടി കിട്ടിയ ഇവിടുത്തെ എല്ലൊക്കെ എപ്പോ ഒടിഞ്ഞും ചോദിച്ചാ. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചേ, നിശബ്ദനായി നിന്ന സമയത്ത് എത്രത്തോളം എന്റെ ക്രിസ്തു കാണും, അല്ലേ? പക്ഷേ കർത്താവ് കാത്തിരുന്ന വിഷയം വെളിപ്പെട്ടപ്പോൾ എത്രയും താണോ അതിനേക്കാൾ ദൈവം ഉയർത്തി. എത്ര പേർക്ക് പറയുന്ന മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് പറയുന്ന വെളിപ്പാട് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് ആത്മാവിനോട് ഇടപെടുക. ഹല്ലേലൂയ. നിശബ്ദനായി കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നീ താഴ്ന്നേക്കാം എല്ലാവരുടെ മുമ്പിലും. എന്നാൽ ആത്മാവ് ഇടപെടുക. തോന്നു വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ വിശ്വസിച്ചോ. എത്രയും താഴ്ന്നോ അതിനെക്കാട്ടിലും ഉയർത്താൻ ശക്തനായ ഒരു ദൈവത്തിന്റെ കാത്തിരിപ്പിന്റെ ചുവട്ടിലാണ് നീ ഇരിക്കുന്നതെന്ന് മറക്കരുതെന്ന് ദൈവാത്മാവ് ഇടപെടുക. അതിനെക്കാട്ടിലും ഉയർത്തി ദൈവത്തിന്റെ ഉയർത്തി മാനിക്കുക. ആത്മാവ് സംസാരിക്കുന്നതാണ്. വചനത്തിന്റെ ശക്തി എത്രത്തോളം ചില വിഷയത്തിന് കാത്തിരുന്നതിന്റെ പേരിൽ നീ താഴ്ന്നോ അതിനെക്കാട്ടിലും ഉയരത്തിൽ ദൈവം നിന്നെ ഉയർത്തുമെന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു.
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചിലരുടെ ജീവിതങ്ങളിൽ അത് വെളിപ്പെടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ശ്രദ്ധിച്ചേ, കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവർ നിശബ്ദത പാലിക്കും. എല്ലാത്തിലും ഇടപെടൽ, മിണ്ടാതിരിക്കേണ്ടവിടെ മിണ്ടാതിരിക്കും. അങ്ങനെ ഇരുന്നാൽ ചിലപ്പോ നിന്ന് വരാം, ആക്ഷേപം വരാം, പരിഹാസം വരാം. പക്ഷെ ആത്മാവ് എന്നോട് സംസാരിക്കുന്നു, കുഞ്ഞേ, അതിന്റെ നടുവിൽ നീ മിണ്ടാതിരുന്ന ദൈവം ആരാണെന്ന് അറിയുന്നില്ല. അതിന്റെ നടുവിൽ നീ മിണ്ടാതിരുന്ന ദൈവം ആരാണെന്ന് അറിയുന്നില്ല. യേശു നിശബ്ദനായപ്പോൾ കാത്തിരുന്ന വീണ്ടെടുപ്പ് വെളിപ്പെട്ടപ്പോൾ, കർത്താവ് നിശബ്ദനായപ്പോൾ നിശബ്ദനായ ക്രിസ്തുവിന് വേണ്ടി ഉച്ചത്തിൽ പ്രസംഗിക്കാൻ എന്നെ അടക്കം നിന്നെ അടക്കം അനേകരെ ദൈവം എഴുന്നേൽപ്പിച്ചു. നിശബ്ദനായി താഴ്ന്നു പോയപ്പോൾ അതിനേക്കാട്ടിലും ഉയരത്തിൽ പിതാവായ ദൈവം ക്രിസ്തുവിനെ ഉയർത്തി. കാത്തിരിക്കുന്നവരെ നിശബ്ദത. അടുത്ത കാത്തിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം ക്ഷമയുള്ളവരായി. അയ്യോ, ഇതാണ് പ്രശ്നം. എന്തായിരിക്കണം? ഉറക്കം പറ. ക്ഷേമമല്ല, ക്ഷമ. കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മുൻപിൽ എന്ത് വേണം? നമ്മൾ നോക്കുന്ന നമ്മുടെ ക്ഷമയാണ്, അല്ലേ? നമ്മൾ പലപ്പോഴും അങ്ങനല്ലേ നോക്കുന്നത്. ചെല്ലു പറയാതല്ലേ, പാസ്റ്റേ ക്ഷമയോടെ ഇരുന്ന് പ്രാർത്ഥിച്ച് മടുത്ത്, അല്ലെ? നമ്മൾ നോക്കുന്ന ആരുടെ ക്ഷമയാ? നമ്മുടെ കപ്പാസിറ്റിയിലുള്ള ക്ഷമയാ നമ്മൾ നോക്കുന്നത്. പക്ഷെ ദൈവം നോക്കുന്ന അതല്ല. നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ക്ഷമയാണ്. അതാ ദൈവം നോക്കുന്നത്. അതുവരെ നീ എന്നൊക്കെ അഭ്യാസം കൽപ്പിച്ചാലും ആ വിഷയം വെളിപ്പെട്ടു വരും. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മറുപടി വെളിപ്പെടുന്നത് വരെ ക്ഷമയോടെ എന്ത് ചെയ്യണം? നമ്മൾ ഇരിക്കണം. കാരണം നമ്മുടെ സമയമല്ല ദൈവത്തിന്റെ സമയം, അല്ലേ? നമ്മളെപ്പോഴും വചനമെടുത്ത് പറയാറുണ്ടല്ലോ, പ്രാർത്ഥിക്കാറുണ്ടല്ലോ, ദൈവമേ നിന്റെ വഴിയല്ല, പറ, നിന്റെ വഴിയല്ല എന്റെ വഴി, നിന്റെ തീരുമാനമല്ല എന്റെ തീരുമാനം എന്ന് പ്രാർത്ഥിക്കാറുണ്ട്, അല്ലേ? പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് ദൈവത്തോട് പറയും, ഞാൻ ഒരു വഴി വെച്ചിട്ടുണ്ട്, മര്യാദയ്ക്ക് ആ വഴി ദൈവം. ഹലോ, പ്രാർത്ഥിക്കുന്നത് എങ്ങനാ? നിന്റെ വഴിയല്ല എന്റെ വഴി, എന്റെ തീരുമാനമല്ല നിന്റെ തീരുമാനം. കർത്താവേ, എന്റെ വഴിയല്ല നിന്റെ വഴി, അല്ലേ? എന്റെ തീരുമാനമല്ല നിന്റെ തീരുമാനം. പ്രാർത്ഥനയൊക്കെ ഉണ്ട്, പക്ഷെ കാര്യത്തോടടുക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ വഴിയും നമുക്ക് നമ്മുടേതായ തീരുമാനത്തിലേക്ക്. സ്തോത്രം. ഇതൊന്നും പ്രസംഗിക്കണമെന്ന് വിചാരിച്ചല്ല, ദൂതം കയറി വരിക. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം പറയാത്തതൊന്നും ഞാൻ പറയത്തില്ല, ദൈവം പറയുന്നതൊന്നും പറയാതിരിക്കത്തുമില്ല. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഈ ഇസ്രായേൽ ജനത്തിനു വേണ്ടി യെശയ്യാവ് പ്രാർത്ഥിച്ചപ്പോൾ, യെശയ്യാവിനെ നിയോഗിച്ച സമയത്ത് ദൈവത്തിൽ നിന്ന് വ്യക്തമായ ഒരു മറുപടിക്ക് വേണ്ടി യെശയ്യാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ യെശയ്യാവ് പറയുന്നൊരു കാര്യം ഇങ്ങനെ, എനിക്കൊരു വചനം തന്ന പോരാ,
എനിക്കൊരു ചെറിയ മറുപടി കിട്ടിയ പോരാ, അതാ എനിക്ക് തൃപ്തികരമാകുന്ന ഒരു ദൈവശബ്ദം കൈമാറണം. ഒന്ന് വായിച്ചോ വേണം. 62 പുസ്തകം അധ്യായം, യെശയ്യാവ് 62 അധ്യായം 6, 7 ഒക്കെ ഒന്ന് വായിച്ചു. 6, 7 വാക്യം ഒന്ന് വായിച്ചു. ഞാൻ നിന്റെ മതിലുകളുടെ കാവൽക്കാരെയാണ്. ഇത് ദൈവം സംസാരിച്ചത്. ശ്രദ്ധിച്ചു കേട്ടോടെ, ഒരു തൃപ്തികരമായ മറുപടിക്ക് വേണ്ടി യെശയ്യാവ് കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സംസാരിച്ച അടുത്ത ദൂത് കേട്ടോണം. വായിച്ചേ. അതല്ല, അടുത്തത് വായിച്ച് നിർത്തിയതിന്റെ ഭാഗം. ശ്രദ്ധിച്ചേ, തൃപ്തികരമായ ഒരു മറുപടി അതിനകത്ത് എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? യെരൂശലേമിനെ ഞാൻ യഥാസ്ഥാനപ്പെടുത്തും. ആമേൻ പറയാമോ? അത് പ്രശംസിക്കപ്പെടും. ഹല്ലേലൂയ. ആ ഭാഗം പ്രസംഗിക്കണമെങ്കിൽ ഇനിയും സമയമെടുക്കാം. പക്ഷെ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ ആ പ്രവചന ശബ്ദം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം, പഠിപ്പിച്ചു തരാം. സ്തോത്രം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് അതൂതങ്ങ് പറഞ്ഞു വിടുക. അപ്പോൾ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഒരു പ്രാർത്ഥനയുടെ ആവശ്യപ്പെടല. പക്ഷെങ്കിൽ അതിനുശേഷം 8 മുതലുള്ള വാക്യങ്ങളിൽ ഹല്ലേലൂയ, ദൈവം അതിനെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. മനസ്സിലായോ? കാത്തിരുന്ന് പ്രാർത്ഥിച്ചവൻ പറയുക, തൃപ്തികരമാകുന്ന ഒരു മറുപടി എനിക്ക് വേണം. അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കാം. പക്ഷെ എനിക്ക് തൃപ്തികരമാകുന്ന ഒരു മറുപടി വേണം. ശ്രദ്ധിച്ചു കേട്ടോ. ദൈവം തൃപ്തികരമായ ഒരു മറുപടി കൊടുക്കുക. ഞാൻ വാഗ്ദത്തങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുക. ആമേൻ പറയാം. സ്തോത്രം. യഥാസ്ഥാനപ്പെടുത്തുക മാത്രമല്ല, യഥാസ്ഥാനപ്പെടുമ്പോൾ അത് പ്രശംസിക്കപ്പെടും. എത്ര പേർക്ക് ആ വാക്കുകൾ അകത്തോട്ട് കയറുന്നുണ്ട്? എത്ര പേർക്ക് അത് ഉള്ളിൽ പ്രകാശിക്കുന്നുണ്ട്? യഥാസ്ഥാനപ്പെടുത്തുക മാത്രമല്ല, അതിനെ പ്രശംസാ വിഷയമാക്കി ഞാൻ മാറ്റും. ഇതാ കാത്തിരുന്നവന് ദൈവം കൊടുത്ത മറുപടി. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആത്മാവിനോട് ഇടപെട്ടൊരു ദൂത് ഞാൻ കൈമാറാം. നീ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ചില വാഗ്ദത്തങ്ങളെ എന്റെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുമെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുകയാണ്. നീ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ചില വാഗ്ദത്തങ്ങളെ ദൈവം യഥാസ്ഥാനപ്പെടുത്തും. യഥാസ്ഥാനപ്പെടുത്തുമ്പോൾ അത് പ്രശംസിക്കപ്പെടും. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ചില വാഗ്ദത്തങ്ങളെ എന്റെ ദൈവം യഥാസ്ഥാനപ്പെടുത്തും. യഥാസ്ഥാനപ്പെടുത്തുന്ന മാത്രമല്ല, അത് പ്രശംസിക്കപ്പെടും. ഇന്ന് പകരം പ്രാപിക്കും. യഥാസ്ഥാനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശരിയായുള്ള സ്ഥാനത്ത് കൊണ്ടുവരിക.
ഒരാമേൻ പറ, ഒരാമേൻ പറ. ആത്മാവെന്നോട് ഇടപെടുന്നു. കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന നീ സ്ഥാനം മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്നെങ്കിലും ആത്മാവ് ഇടപെടുക. നിന്റെ വാക്തത്വം എന്റെ ദൈവം യഥാർത്ഥപ്പെടുത്തുമ്പോൾ ആ വാക്തത്വത്തിലേക്ക് നീയും വരും. ആ വാക്തത്വത്തെ എന്റെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുക. ചടക്കുന്നത് ഒരിടത്തും നീ ഇരിക്കുന്നത് മറ്റൊരിടത്തുമാണെങ്കിലും ആത്മാവെടുക്കുന്നു. ചില വാക്തത്വങ്ങളെ യഥാസ്ഥാനപ്പെടുത്താൻ പോകുന്നു. ഓ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഓ വ്യക്തിപരമായി ചിന്തനോടും ആത്മാവ് ഇടപെടുന്നുണ്ട്. പക്ഷെ സമയം എടുക്കുന്നില്ല. ഈ വിഷയം തിരക്കണ്ടതുകൊണ്ട് സമയം എടുക്കുന്നില്ല. പ്രാർത്ഥിച്ചോണ്ടിരി, അകത്ത് പ്രാർത്ഥിച്ചോണ്ടിരി. അല്ലെങ്കിൽ വാക്തത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിന്റെ സ്ഥാനം തെറ്റിയാക്കി ഇരിക്കുന്നതെങ്കിലും ആത്മാവ് ഇടപെടുന്നു. അത് വെളിപ്പെടുത്തുമ്പോൾ അതിനെ പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവ് ഇന്നലെ സംസാരിക്കുന്നു. ഓ അഭിഷേകത്തിന്റെ തീ കത്തണേ, ആരാധനയുടെ തീ കത്തണേ, ആ വേർക്കണം ഭാവികളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് വിശ്വസിക്കുന്നവർ മാത്രം, വിശ്വസിക്കുന്നവർ മാത്രം, വിശ്വസിക്കുന്നവർ മാത്രം, വിശ്വസിക്കുന്നവർ മാത്രം ആത്മാവിൽ എഴുതരുത്. വിശ്വസിക്കുന്നവർ മാത്രം ആത്മാവിൽ എഴുതരുത്. വിശ്വസിക്കുന്നവരെ മാത്രം ആത്മാവിൽ ഏറ്റെടുത്ത്, വിശ്വസിക്കുന്നവരെ മാത്രം ആത്മാവിൽ ഏറ്റെടുത്ത്. 25 പ്രാർത്ഥിക്കുന്ന ചില വാക്തത്വങ്ങൾ എന്റെ ദൈവം നീ ക്ഷമയോടെ പ്രാർത്ഥിച്ചാൽ, നീ ക്ഷമയോടെ പ്രാർത്ഥിച്ചാൽ, നീ ക്ഷമയോടെ കാത്തിരുന്ന ആത്മാവ് ഇടപെടുന്നു. ഞാൻ അതിനെ യഥാസ്ഥാനപ്പെടുന്നു. ഞാൻ അതിനെ യഥാസ്ഥാനപ്പെടുന്നു. രക്തത്താൽ ജയം. ശരിയായ സ്ഥാനത്ത് ഞാൻ എത്തിക്കും. വാർത്തത്വം മാത്രമല്ല, നിന്നെ ഇനി യഥാസ്ഥാനപ്പെട്ടാലല്ല ഗുണം തന്നെ. യഥാസ്ഥാനപ്പെട്ടാലുള്ള ഗുണം തന്നെ താഴോട്ട് എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിച്ചേ, 8-ാം വാക്യം ഒന്ന് വായിച്ചേ. വാർത്തത്വം യഥാസ്ഥാനപ്പെട്ടാലുള്ള ഗുണം വായിച്ചോളാ. ഇനി നിന്റെ ധാന്യം എന്ന് വെച്ചാൽ നിന്റെ നന്മ ശത്രു അപഹരിക്കത്തില്ലെന്ന് വിശ്വസിക്കുന്നവര് മാത്രമേ പറഞ്ഞാൽ മതി, അല്ലാത്തവര് മിണ്ടണ്ട. അല്ലേ വാക്തത്വം, നീ കാത്തിരുന്ന പ്രാർത്ഥിക്കുന്ന വാക്തത്വം യഥാസ്ഥാനപ്പെട്ടാൽ, ക്ഷമയോടെ നീ കാത്തിരിക്കാൻ തയ്യാറായാൽ, വാക്തത്വം യഥാസ്ഥാനപ്പെട്ട് കഴിഞ്ഞാലുള്ള ഗുണമാ പറയുന്നേ, നിന്റെ നന്മ ശത്രു അപഹരിക്കാൻ അവൻ അനുവദിക്കത്തില്ല. അടുത്തത്, നീ അധ്വാനിച്ചുണ്ടാക്കിയ വീഞ്ഞ് അന്യജാതിക്കാർ കുടിച്ച് കളയത്തിൽ നിന്റെ അധ്വാന ഫലം മറ്റൊരുവൻ തിന്നാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന്. അടുത്ത എഴുതിയിരിക്കുന്നത് ആ ഈ വാഗ്ദത്തം യഥാസ്ഥാനപ്പെട്ട യഹോവ തന്റെ വലങ്കയും തന്റെ ബലമുള്ള ഭുജവും തൊട്ട് സത്യം ചെയ്യും. രാമൻ പറയും, വിശ്വസിക്കുന്നവൻ രാമൻ പറ. നിന്റെ വാഗ്ദത്തം യഥാസ്ഥാനപ്പെട്ടാൽ നിന്റെ മേൽ വെളിപ്പെടുന്ന ഭുജം മനുഷ്യന്റെ ഭുജമല്ല, യഹോവയുടെ ബലമുള്ള ഭുജമാണ്. നീ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വാഗ്ദത്തത്തിന്റെ മേൽ വെളിപ്പെടാനിരിക്കുന്നത്, അത് വെളിപ്പെട്ടാൽ ആത്മാവ് ഇടപെടുക. നിന്റെ നന്മ ശത്രു പിടിച്ചെടുക്കാൻ തീര, നിന്റെ അധ്വാന ഫലം അതിന്റെ നഷ്ടമാകാൻ അനുവദിക്കത്തീര. വിശ്വസിക്കുന്നവരുടെ മേൽ ഈ അടയാളം നടക്കട്ടെ. വിശ്വസിക്കുന്നവരുടെ മേൽ ഈ അടയാളം സംഭവിക്കട്ടെ. വാഗ്ദത്തങ്ങൾ യഥാസ്ഥാനപ്പെടുമ്പോൾ നിന്റെ നന്മ ശത്രു അപഹരിക്കത്തില്ല. വിശ്വസിക്കുക. ആത്മാവെ പ്രാർത്ഥിച്ച് അതിന്റെ കാരണമെന്ന് യഹോവയുടെ ബലമെന്ന ഭുജത്താൽ അവൻ സത്യം കൈവരിക്കുന്നു. സ്തോത്രം. ഓ കൃപ,
ഞാനിത് പ്രസംഗിക്കുമ്പോൾ എന്റെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിർത്താതെ ആരാധിപ്പിക്കത്തക്കവണ്ണം ആഗ്രഹം എനിക്കുണ്ടെങ്കിലും എടുത്ത വചനത്തോട് നീതി പുലർത്തേണ്ടത് കൊണ്ട് ഹല്ലേലൂയ ഞാൻ വേഗത്തിൽ ദൂതിലേക്ക് വരുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ക്ഷമയോടെ ആത്മാവ് അങ്ങനെ പറയുന്നേ, ക്ഷമയോടെ നീ അല്പനാളും കൂടെ അല്പസമയം കൂടെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വാഗ്ദത്തത്തെ ദൈവം യഥാസ്ഥാനപ്പെടുത്താൻ പോവുക. ഇത് പറയുന്നത് വിശ്വാസമല്ല, അങ്ങനെ ദൈവത്തിന്റെ ബലമുള്ള ഭുജത്താൽ ദൈവം സംസാരിക്കുന്നു, ദൈവം സത്യം ചെയ്യുന്നു. ചില വാഗ്ദത്തങ്ങളെ ക്ഷമയോടെ നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, ചില വാഗ്ദത്തങ്ങളെ യഥാസ്ഥാനപ്പെടുത്തിയ ഗുണമാണ് പറഞ്ഞത്. നിന്റെ ധാന്യം ശത്രു അപഹരിക്കത്തില്ല, നിന്റെ അധ്വാന ഫലം അവൻ തിന്നുവാനോ അവൻ കുടിക്കുവാനോ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ അധ്വാനം നീ അനുഭവിക്കും, നിന്റെ നന്മ നീ അനുഭവിക്കും. അതിനെ ഹല്ലേലൂയ പകർന്നെടുക്കാൻ, അതിനെ വീഴ്ത്തി കളയാൻ, അതിനെ തകർത്തു കളയാൻ ഒരധികാരത്തിന് കഴിയത്തില്ല. ഒരു മന്ത്രവാദത്തിന് കഴിയത്തില്ല, ഒരു പ്രയോഗം അതിനെ കഴിയത്തില്ല, ഒരു പൈസായിക വെല്ലുവിളികൾക്കും അത് കഴിയത്തില്ല. കാരണം അതിനെ അടിസ്ഥാനപ്പെടുത്തുന്നത് എന്റെ ദൈവമാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഓ ജീസസ്, ക്ഷമയോടെ കാത്തിരിക്കാൻ മനസ്സുണ്ടോ? നിന്റെ വാഗ്ദത്തത്തെ യഥാസ്ഥാനപ്പെടുത്തും. ആമേൻ. ഞാൻ എന്നോട് ആത്മാവ് ഇടപെടുക, ഇനിയും ചില വാഗ്ദത്തം നിനക്ക് വെളിപ്പെടുന്നത് സകല പൈശാചിക മേഖലകൾ കയറി വരുന്ന വഴികളെ ദൈവം അടച്ചിട്ടായിരിക്കുമെന്ന് ദൈവാത്മാവിനോട് ചിലരോട് സംസാരിക്കാൻ കേട്ടോ. പൈശാചിക മണ്ഡലങ്ങൾ കയറി വരുന്ന വഴിത്താരകളെ എല്ലാം അടച്ച് സുരക്ഷിതമാകുന്ന നിലയിലായിരിക്കും നീ ക്ഷമയോടെ പ്രാർത്ഥിക്കുന്ന ചിലതിന്റെ മറുപടി ദൈവം വെളിപ്പെടുത്താൻ പോകും. അവസാനത്തെ ഒരു ഭാഗം കൂടെ വെളിപ്പെടുത്തിയിട്ട് പ്രാർത്ഥിക്കാം. കാത്തിരിക്കുന്നവർ തിരുത്തലുകൾക്ക് സന്നദ്ധരായി. എന്ന് പറഞ്ഞാൽ നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞു സമയമെടുക്കുമെന്ന്. രണ്ട്, ഒരു ഏകാന്തതയിലുള്ള പ്രവർത്തനമായി നമ്മളും ദൈവമായിട്ട് മാത്രം, എന്ന് വെച്ചാൽ ഒരു പരസ്യ ശുശ്രൂഷയല്ല, നമ്മളും ദൈവമായിട്ടുള്ള മാത്രം ഒരു ബന്ധം. നിശബ്ദതയുണ്ട്, ക്ഷമ വേണം. ഇത്രയും ഇങ്ങനെ അടങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ ഇത്രയും കാര്യങ്ങൾ അടങ്ങി നിൽക്കുക. പരീക്ഷകൾ പിശാച് കൊണ്ട് ഇതിന്റെ നടുവിൽ സ്തോത്രം, പരീക്ഷകൾ അവിടെ നിൽക്കട്ടെ. സമയമെടുക്കുമ്പോഴും ഏകാന്തതയുടെ പ്രവർത്തനമാകുമ്പോഴും നിശബ്ദമാകുന്ന അനുഭവം ഉള്ളുമ്പോഴും ക്ഷമയുള്ളുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഞാൻ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയം വെളിപ്പെടുമ്പോൾ ഞാൻ ശരിയാവും. പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? വിഷയം വെളിപ്പെടട്ടെ, എന്നിട്ട് ഞാൻ ശരിയാകാം. നീ മിക്കവാറും നീ ശരിയാകും. എപ്പോഴാ ശരിയാകണ്ടേ? പ്രാർത്ഥിക്കുന്ന സമയത്ത് വേണം എന്ത് ചെയ്യാൻ. അതാ പറഞ്ഞത്, കാത്തിരിക്കുന്ന സമയത്ത് തിരുത്തലുകൾ നടത്തണം. മനസ്സിലാകുന്നുണ്ടോ? യെശയ്യാവ് ഉസിയ രാജാവ് മരിച്ചപ്പോ ഇനിയും ഞങ്ങളുടെ രാജ്യത്തിന്റെ സ്ഥിതി എന്താകുമെന്ന് വളരെ ഭാരപ്പെട്ട് ദൈവാലയത്തിൽ ചെന്ന് വളരെ വേദനയോടെ പ്രാർത്ഥിച്ചപ്പോ, ഇനി അടുത്ത എന്തിനു വേണ്ടി കാത്തിരിക്കണം,
എന്നുള്ള ചിന്താഗതിയോടുകൂടി യെശയ്യാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെ: സ്വർഗം തുറന്ന് കർത്താവിനെ കണ്ടപ്പോ രണ്ടാമത് അവനെ തന്നെ കണ്ടു. അവനെ തന്നെ കണ്ടു. ഞാനോ ശുദ്ധിയില്ലാത്ത അധരമുള്ളൊരു മനുഷ്യൻ. കണ്ടോ? അടുത്ത എന്താകുമെന്നുള്ള കാത്തിരിപ്പിന്റെ നടുവിൽ യെശയ്യാവ് തന്നെ തിരുത്തിയെന്ന്. എത്ര പേര് തിരുത്തി? കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ കുറെ നാളായല്ലോ എല്ലാരും. നമ്മൾ കുറെ നാളായി പല വിഷയത്തിനായിട്ട് കാത്തിരുന്ന് എന്ത് ചെയ്യുക? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എന്റെ ചോദ്യം, എത്ര പേർക്ക് സ്വയം തിരുത്തൽ വന്നിട്ടുണ്ട്? സ്വയം തൊഴിൽ പദ്ധതി ഒന്നുമല്ല ഞാൻ പറഞ്ഞത്, സ്വയം തിരുത്തൽ എത്ര പേർക്ക് വന്നിട്ടുണ്ട്? എത്ര പേർക്ക് വന്നിട്ടുണ്ട്? ഈ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ പാസ്റ്ററേ ഒരു സന്തോഷ വാർത്ത. എന്താ സഹോദരി? എന്റെ ഒരു കുറവ് ദൈവം വെളിപ്പെടുത്തി. ഞാൻ ഈ കാത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോ എന്റെ ഒരു കുറവ് ദൈവം വെളിപ്പെടുത്തി. അയ്യോ, അത് തിരുത്താൻ ദൈവം എന്നെ. എത്ര പേർക്ക് ആ വെളിപ്പാട് കിട്ടി? ഹലോ, നല്ല ദൂത് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ കൊണ്ട് നിർത്തുന്ന കണ്ടോ? ഇതല്ലേ ചിന്തിക്കുന്നേ? ഇങ്ങനെ അവതാരിപ്പിക്കുന്നു. ഹല്ലേലൂയ. കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിനക്ക് നിന്നെ തന്നെ കാണാൻ കഴിയണം. ആ തിരുത്തലിന്റെ സമയമാ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയം. ഇനി ഞാൻ മറ്റൊരു വെളിപ്പാടൂടെ ഞാൻ പറയാം. ഏലിയാവിനോട് ഏലീശ പറഞ്ഞു, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എന്റെ മേ വരണം. എന്റെ മേ. എന്നിട്ട് ഏലിയാവ് പറഞ്ഞു, നീ ചോദിക്കുന്ന കാര്യം അല്പം പ്രയാസം. നമ്മളങ്ങനാണല്ലോ, ചോദിക്കുമ്പോ ഇച്ചിരി നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? ചോദിക്കത്തുള്ളൂ. എലീശ പിന്നെ ചോദിച്ചത് ഒരു ശുശ്രൂഷയുടെ കാര്യം. ഇവിടെ അങ്ങനല്ല. ഇവിടെ ചോദ്യം ഗോത്രം, നിങ്ങളുടെ ചോദ്യത്തെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. പോട്ട്. അപ്പോ ചോദിച്ച ഇച്ചിരി വലിയ കാര്യ. ഏലിയ പറഞ്ഞ ഇച്ചിരി പ്രയാസമുള്ള കാര്യമായി. എങ്കിൽ പോലും സ്വോത്രം അങ്ങനെ ഞാൻ തന്നിട്ട് നീ അങ്ങനെ സ്വീകരിക്കണ്ട. നീയോട് അതിനകത്തൊന്ന് ഉണരണം. അതുകൊണ്ട് ഞാൻ എടുക്കപ്പെടുന്നത് നീ കണ്ടാൽ നിന്റെ മേൽ ആത്മാവിന്റെ ഇരട്ടിപ്പ്. ഏലീശയ്ക്ക് പിന്നെ വേറെ ഒരു ചിന്തയില്ല, കാത്തിരിക്കുക. എപ്പ ഏലിയാവിനെ എടുക്കും, എപ്പ എന്റെ മേൽ ആത്മാവ്. ഇതിനു വേണ്ടി ഇരട്ടിപ്പങ്ക് വരും. ഇതിനു വേണ്ടി കാത്തിരിക്കുക ഏലീശ. ഏലിയാവിനെ വന്ന് ചുഴലിക്കാറ്റ് എന്ത് ചെയ്തു? എടുത്തോണ്ട് പോയി. ഏലീശ കാണുകയും ചെയ്തു. പക്ഷെ കാത്തിരുന്ന പങ്ക് വന്നില്ല. കാത്തിരുന്ന പങ്ക് വന്നില്ല. നിങ്ങൾ ആ തിരുവെഴുത്ത് വായിക്കുമ്പോ ശ്രദ്ധിച്ചാൽ മതി. ഈ കാത്തിരുന്ന ആ ഇരട്ടി പങ്ക് വരാതിരുന്നപ്പോ ഏലീശ തന്നെ ഒന്ന് നോക്കിയപ്പോ ഏലീശയ്ക്ക് മനസ്സിലായി, ഇട്ടിരിക്കുന്ന ഈ വസ്ത്രം കീറണം. വചനം പറയുന്നു, അവന്റെ വസ്ത്രത്തെ അവൻ കണ്ണമായി കീറി കളഞ്ഞപ്പോൾ ഭൂതം അവന്റെ മേൽ ഇറങ്ങി വന്നു. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് തിരുത്തൽ നടക്കണം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ശക്തമായി സംസാരിക്കുന്നു. കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തിരുത്തേണ്ട ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ, ക്രമീകരിക്കേണ്ട ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ, ഈ സമയങ്ങളിൽ നീ അത് ചെയ്യണം. തയ്യാറാകണമെന്ന് ആത്മാവിടപെടുകയും വായിച്ച വാക്യം ദർശനത്തിൽ ഒരവധി വെച്ചു എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ബുധൻ പറഞ്ഞു, ഒരവധി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ
അതിന്റെ അർത്ഥം ഹലോ, അർത്ഥം ഞാനും നീയും അറിയാത്ത ഒരു ദിവസവും സമയവും ദൈവം വെച്ചിട്ടുണ്ടെന്നതിനർത്ഥം. നമുക്ക് വെളിപ്പെട്ടിട്ട് അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുക. നിങ്ങൾ ബന്ധപ്പെട്ട് പ്രയാസപ്പെടണ്ട. അത് അതിന്റെ സമാപ്തിയിലേക്ക് ഓൺ ദ ടൈമിൽ വരും. നീ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയം ആത്മാവ് നിന്നെ പഠിപ്പിച്ചു തന്നതുപോലെ നീ പ്രാർത്ഥിച്ചാൽ, തിരുത്തലുകൾ നടത്തിയാൽ, ആത്മാവ് പഠിപ്പിച്ചതുപോലെ നീ പ്രാർത്ഥിച്ചാൽ, നിന്റെ ജീവിതത്തിൽ സമയം തെറ്റാതെ അത് വരും. നിന്റെ ജീവിതത്തിൽ സമയം തെറ്റാതെ അത് വരും. അതിനുവേണ്ടി നീ കാത്തിരിക്കുക, താമസിക്കുകയും. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ഹല്ലേലൂയ, എല്ലാ കണ്ണുകളും അടച്ചു. എല്ലാ കണ്ണുകളും അടച്ചാണ്ട് ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചേ. ഒരു നിമിഷം നമുക്കൊന്ന് എഴുന്നേറ്റ് എല്ലാവരും നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മുഖത്ത് ഇന്ന് ആത്മാവ് ഓർമ്മപ്പെടുത്തി. 2 ആഴ്ച കൊണ്ട് ആത്മാവ് സംസാരിക്കുക. ഒന്ന്, മോനെ മോളെ സമയമെടുക്കും. 2, നീയും ദൈവവുമായിട്ടുള്ള ഏകാന്തതയിൽ നീ അത് പ്രാർത്ഥിക്കണം. അവിടെയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ട്, അതിന്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ട്. നീയും ദൈവമായിട്ടുള്ള ഏകാന്തതയിലുള്ള പ്രാർത്ഥന. അവിടെ കൊണ്ട് തീർന്നില്ല. നീ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നിന്ന് നിന്റെ മനസ്സിനെ മാറ്റിക്കളയാൻ പല നിർദ്ദേശങ്ങളും, പല വഴികളും, പല അഭിപ്രായങ്ങളും വരും. അതിന്റെ മുമ്പിൽ നീ കാത്തിരിക്കുന്നതിൽ നിന്ന് നീ പിന്മാറരുത്. 4 ദൈവാത്മാവ് ഇടപെട്ട് നീ നിശബ്ദതയോടെ ഇരിക്കും. എല്ലാത്തിനകത്തും സംസാരിക്കാൻ പോകരുത്. 5 നീ ക്ഷമയോടെ ഇരിക്കുക. 6 ചില തിരുത്തലുകൾ നീ നിന്റെ ജീവിതത്തിൽ ചെയ്യും. ഇങ്ങനെ ചെയ്താൽ ദൈവം വെച്ചിരിക്കുന്ന ആ അവധി നിന്റെ മുമ്പിൽ അവൻ വെളിപ്പെടുത്തും. ഒന്ന് സമർപ്പിച്ചു കൊടുത്തിട്ട് എല്ലാവരും ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്ന കരുതുന്നവേ ഞാനല്ലയോ, കലങ്ങുന്ന കണ്ണുനീരിന്റെ കൈനീടുക ഇല്ല ഞാൻ നിന്നെ, ആവേ കണ്ണുനീരിന്റെ കൈനീടുക ഇല്ല ഞാൻ നിന്നെ, എന്റെ ശക്തി നിന്നെ പാടുമ്പോ പിള്ളകളെ സാമ്പാറിന്റെ നിറവിൽ ആരാധിച്ച്
ആമേ കണ്ടോ നീനിന്റെ താഴ്വരയിൽ കൈവിടുക ഇല്ല ഞാൻ നിന്റെ എന്റെ കരത്തിൽ നിന്നെ വഹിച്ചു ആമേൻ എന്റെ കരത്തിൽ നിന്നെ വഹിച്ചു എന്നും കാണത്തിൽ കരുതുക ആമേ കണ്ടോറിന്റെ ചൂടാനും ചൂടാനുള്ള രാജാവിന്റെ ആമേ കണ്ടോറിന്റെ കൈവിടുക രാജാവിന്റെ ഞാനെന്നും സത്യനല്ലയോ അവേ ചങ്ങാടയോ സത്യനല്ലയോ കരുതുന്ന എന്റെ ശക്തി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മുഖത്ത് ദൈവസാന്നിധ്യം വ്യാപരിക്കട്ടെ. ദൂരത്തും ചാരത്തും വിതയ്ക്കുന്ന എല്ലാവരുടെയും ദൈവസാന്നിധ്യം വ്യാപരിക്കട്ടെ. ദൈവസാന്നിധ്യം പ്രാർത്ഥിക്കുന്ന വാഗ്ദത്തങ്ങൾ യഥാസ്ഥാനപ്പെട്ട് ശക്തിയോടെ ആത്മ പ്രാർത്ഥിക്കുകയും ദൈവശക്തി ഏറ്റെടുത്ത് സ്വാധീനങ്ങൾ അടിയത്തെ സംസാരങ്ങൾ മാറട്ടെ.
ശക്തി ഇറങ്ങട്ടെ, ശക്തി ഇറങ്ങട്ടെ. നിന്റെ ദർശനത്തിന്റെ ദൈവം വെച്ചിരിക്കുന്ന അവധി വെളിപ്പെടുവാനട്ടെ. നിന്റെ ദർശനത്തിന് ദൈവം വെച്ചിരിക്കുന്ന അവധി വെളിപ്പാടാണ്. നിന്റെ ദർശനത്തിന് ദൈവം വെച്ചിരിക്കുന്ന ആ അവധി വെളിപ്പെടുവാനട്ടെ. ശക്തിയോടെ പ്രാർത്ഥിക്കുക, ആത്മാവോടെ പ്രാർത്ഥിക്കുക, ദൈവശക്തി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക, ആത്മാവിന്റെ സാന്നിധ്യം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ദൈവ വചനത്തിന്റെ മുൻപാകെ നമ്മളെ തന്നെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത് വൃഥാവല്ല. എന്നാൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കേണ്ട നീ നിന്റെ പ്രാർത്ഥനയിൽ ശ്രദ്ധിച്ചു വരേണ്ട, നിന്റെ ജീവിതത്തിൽ ശ്രദ്ധിച്ചു വരേണ്ട വ്യക്തമായ നിർദ്ദേശങ്ങളെ തിരിച്ചറിഞ്ഞു അതിനെ അവഗണിക്കാതെ, അതിനെ ഉപേക്ഷിക്കാതെ അതനുസരിച്ച് മുൻപോട്ട് പോകാൻ സർവകൃപാലുവാകുന്ന ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ഈ സെക്ഷൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. വാത്സല്യ സഹോദരൻ പ്രിയ ഷിജു അച്ചാച്ചൻ ഇപ്പോൾ പ്രാർത്ഥന. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ, നിന്റെ കൃപയ്ക്കായി, നിന്റെ വാഗ്ദത്തങ്ങൾക്കായി, ഞങ്ങൾക്ക് തന്ന ദർശനത്തിനായി കാത്തിരുന്നത് പ്രാപിക്കാൻ കൃപ തരുന്നു. ഓ ദൈവം അത് യഥാസ്ഥാനപ്പെടുത്തുന്നതിനായി ദൈവം കടന്നു വന്ന അവരെ അനുഗ്രഹിക്കും. സൂര്യനവരെ ദൈവമകത്വം വെളിപ്പെടുത്തി. ഓ ജീസസ്, ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവാകും ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കാവൽ ഉണ്ടായി പ്രാർത്ഥിച്ച സമസ്ത വിഷയങ്ങളുടെ മേലും ഇന്ന് പകൽ പ്രാപിച്ച സകല വിടുതലിന്റെ മേലും പ്രത്യുത നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേലും ആ വാഗ്ദത്തങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുന്നതിന്റെ മേലും കർത്താവിന്റെ ലോകത്ത് പാടുമുള്ള കർത്താവിന്റെ സകല വിശുദ്ധന്മാരുടെ മേലും അവിടുത്തെ മേഘപ്രത്യക്ഷത വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു രക്ഷക മുഖാന്തരം ഈ പകൽ ജയം തന്ന ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ആമേൻ, ആമേൻ, ആമേൻ.